രണ്ട് തേണ്ടികളെ എടുത്ത് ഒരുമിച്ച് വലിച്ചു കീറിയിട്ടുണ്ട് അഖില് മാരാര്. ഒന്ന്, ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നവന് ഇത്ര വർഷമായിട്ട് ഏതെങ്കിലും പുതുമുഖത്തിനെ വച്ച് പടം എടുത്തിട്ടുണ്ടോ? പടം നിർമ്മിച്ചിട്ടുണ്ടോ? തന്റെ ചേട്ടനെ വച്ചെങ്കിലും ആരെയെങ്കിലും പിടിച്ച് കയറ്റിയിട്ടുണ്ടോ? തന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആള് മാത്രമാണ് അയാള്. വായ്ത്താളം അടിക്കാന്നല്ലാതെ മറ്റൊന്നും ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. വിനീത് ശ്രീനിവാസന് ആദ്യമായി അവസരം കൊടുക്കുന്നതും അതില് തന്നെ പുതുമുഖത്തിന് അവസരം കൊടുക്കുന്നതും ദിലീപ് ഗ്രാൻഡ് പ്രൊഡക്ഷൻ ആണ്. പിന്നീട് അർജുൻ അശോകനെ വച്ചും അദ്ദേഹം ഈയിടക്കും പടം നിർമ്മിച്ചു. രണ്ട്, അന്നത്തെ ഒരണക്ക് ചാനലിലെ പ്രമുഖന്. ആ ചാനലിന്റെ ഇന്നത്തെയും പരിപാടിയിലെ മാറ്റമൊന്നുമില്ല. കിണറ്റിലിരിഞ്ഞ് നടക്കുന്ന പരിപാടിയുള്ള പ്രമുഖൻ. അയാള് കോടിക്കണക്കിന് ബാധ്യതയില് പെട്ടുകിടന്ന അതേസമയം ദിലീപിനോട് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുകയും തരാന് സൗകര്യമില്ലെന്ന് ദിലീപ് പറഞ്ഞതിനെ തുടർന്ന് അന്ന് മുതൽ ദിലീപിനെതിരെ വേട്ടയാടാന് തുടങ്ങി. ഇന്ന് രണ്ടിന്റെയും അവസ്ഥ ദുരന്തം തന്നെ. സിനിമ മാധ്യമ അജണ്ടകളാണ് ദിലീപിനെതിരെ പ്രവർത്തിച്ചത്.